അപ്പൊ എനിക്ക് സങ്കടമായിട്ട് കരയുന്നുണ്ട്. ഞാന് കണ്ണീക്കടെ ഇങ്ങനെ കണ്ണീര് ഒഴുകുക, അങ്ങനെ മീൻസ് കൊച്ചിനെ ഓർക്കുമ്പോ കണ്ണീര് ഒഴുകുക. ആ രീതിക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. മരിക്കാൻ പോവാണല്ലോ, അങ്ങനെ കൊല്ലാൻ പോവാണല്ലോ ഇയാൾ തന്നെ, ആ രീതിക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഗേറ്റ് അയാൾ പിന്നെ എന്താ കീ അടിച്ചപ്പോഴത്തേക്കും ഗേറ്റിൽ വന്നിട്ട് ഒരു സൗദി അങ്ങനത്തെ സെക്യൂരിറ്റി ആരോ ഉണ്ടെങ്കിൽ ഗേറ്റ് തുറന്നു കേട്ടോ. ഗേറ്റ് തുറന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഇപ്പൊ കാറ് കയറ്റുക. പക്ഷെ അയാൾ കാറൊന്നും അവിടെ നനക്കിയിട്ടില്ല, അങ്ങനെയില്ല. പിന്നെ അയാൾ അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ടും ഒരനക്കവും ഇല്ല. അപ്പം പിന്നെ അയാൾ അന്നേരവും കണ്ണാടിക്കടെ നോക്കിയിട്ട് എന്നോട് എന്തോ ചോദിച്ചേ, അതും എനിക്ക് മനസ്സിലായില്ല. ഇയാൾ അറബിയിലാണ് ചോദിക്കുന്നത്, ഇയാൾ എന്ത് കുത്താ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ അപ്പോ പിന്നെ എന്റെ കയ്യിൽ ഇങ്ങനെ തോപൊക്കെ ശരിയാക്കുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. തോവെന്ന് പറഞ്ഞാൽ ഈ വട്ടത്തിലുള്ളൊരു സാധനത്തിൽ ഇങ്ങനെ ഇടുമല്ലോ ഈ സൗദികളിൽ ഇടുന്നത്, അങ്ങനെയൊക്കെ അതൊക്കെ ശരിയാക്കി അങ്ങനെ ഇരിക്കുന്നു. കണ്ണാടിക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ കരയും ഇങ്ങനെ വിറച്ചിരിക്കുന്നതൊക്കെ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് വന്നു. അത് 10-12 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ വൈഫിനെ വെയിറ്റ് ചെയ്ത് ഇയാളുടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു ഇയാള്. എന്നിട്ട് ഇയാളുടെ വൈഫ് ഇറങ്ങി വന്നു കേട്ടോ. വൈഫ് ഇറങ്ങി വന്നിട്ട് ഫുള്ള് പറത്തിയിട്ടേക്കണേ ലേഡി കേട്ടോ. കാണുമ്പോ തന്നെ അറിയാം നല്ല സുന്ദരിയാണ്, മീൻസ് അങ്ങനെ നല്ല ഷേപ്പായിട്ട്, അങ്ങനെ നല്ല ഭംഗിയായിട്ട്, ഹൈറ്റ് ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള, പിന്നെ കണ്ണ് കാണാമല്ലോ, കണ്ണൊക്കെ നിറച്ചെഴുതി നല്ല ഭംഗിയായിട്ട് ഇത്രയും ഇവര് ഇങ്ങനെ കാണിക്കുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരിറങ്ങി വന്നിട്ട് അവരുടെ കയ്യിലൊരു ഫ്ലാസ്ക്, പിന്നെ ഒരു കൊട്ടയിൽ എന്തൊക്കെ, കൊട്ടയല്ല ഇങ്ങനത്തെ എന്തോ ഒരു പ്രത്യേക കൊട്ട പോലത്തെ ഒരു സാധനം, അതിനകത്ത് കുറെ സാധനങ്ങൾ, ഫ്രൂട്ട്സ്, എന്തൊക്കെയോ സാധനങ്ങൾ, ഇങ്ങനെ കേക്ക് പോലത്തെ കുറെ സാധനങ്ങൾ കുറെ അങ്ങനെയെല്ലാം ഉണ്ട്. ഫ്ലാസ്കിൽ ചായയൊക്കെ ആയിട്ട് ഇവര് മന്ദം ഇറങ്ങി വരുവാണ് കേട്ടോ. എന്റെ ദൈവമേ. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീനെ കണ്ടപ്പോ തന്നെ എന്റെ ജീവൻ തിരിച്ച് കയറാൻ തുടങ്ങി കേട്ടോ. മരിക്കാൻ പോയി പറഞ്ഞല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് നേരെ വന്നിട്ട് ഫ്രണ്ടില് ഡോറ് തുറന്നിട്ട് ഇവരുടെ കൂടെ കയറിയതോ. എന്നിട്ട് എന്നോട് തിരിഞ്ഞിട്ട് സലാം അലൈക്കും, അത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെ ചേച്ചിമാരെ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പോയ ചേച്ചിമാരെയൊക്കെ ആരെ കണ്ടാലും നമ്മൾ സലാം അലൈക്കും പറയുക അവര്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞോണം. അപ്പൊ അവര് തിരിച്ച് ഗ്രീറ്റ് ചെയ്തോണം. അത് ഇവിടുത്തെ നിയമമാണ്. വാലൈക്കും അസ്സലാം എന്ന് പറയണം, അല്ലെങ്കിൽ വാലൈക്കും എന്ന് പറയാൻ കിട്ടിയില്ലെങ്കിലും സലാം അലൈക്കും എന്ന് പറയുമ്പോ തിരിച്ച് സലാം അലൈക്കും എങ്കിലും പറഞ്ഞോണം, അല്ലെങ്കിൽ അലൈക്കും അസ്ലാം എന്ന് പറഞ്ഞോണം നമ്മളെന്ന്. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്കറിയാം വാലൈക്കും അസ്ലാം എന്നൊക്കെ പറയുന്നത്, അന്ന് അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ ഞാനും പറഞ്ഞു സലാം അലൈക്കും കേട്ടോ, അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മൾ എന്റെ സലാം മടക്കേണ്ടത് അങ്ങനെയല്ല ആക്ച്വലി. പക്ഷെ നമ്മള് വിറച്ചിരിക്കുന്ന ഞാൻ തിരിച്ചു അവരോട് സലാം അലൈക്കും പറഞ്ഞു. അപ്പൊ അവരെന്നോട് ചോദിച്ചു ഹിന്ദിന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ഹിന്ദിയാണോന്ന്. അപ്പം ഇന്ത്യ എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞു യെസ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പൊ അവരെന്തൊക്കെയോ ഇങ്ങനെ അറബിയിൽ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അവരവിടെ ഇരുന്നു. എന്നോട് ഹിന്ദിക്കാരിയാണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരെ, എന്റെ ജീവൻ ഇങ്ങനെ പറന്നുപോയ ജീവൻ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ ഒരാവശ്യമില്ലാതെ ഞാൻ പേടിക്കുന്നേ, അതൊക്കെ സത്യം. അയാള് നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അയാള് പിന്നെ ഭാര്യനെയും കൂടി കൂട്ടുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള നല്ല മനുഷ്യരൊക്കെ അങ്ങനെ അവരുടെ വൈഫുമാരെയും കൂടി കൂട്ടും. അവരുടെ ഒരു സേഫ്റ്റിയാണത്. പ്ലസ് പിന്നെ ഒരു സ്ത്രീയായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു സേഫ്റ്റിക്കും കൂടി വേണ്ടിയായിരിക്കും അവരങ്ങനെ ഡ്രൈവർമാർ അങ്ങനെ എടുക്കുന്ന. പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെയല്ല കേട്ടോ. പിന്നീട് നമ്മൾ എത്രയോ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്നും അങ്ങനെയല്ല. ഇയാള് അങ്ങനെ, അല്ലെങ്കിൽ ഇയാൾക്ക് ഉറക്കം വരാതിരിക്കാൻ മിണ്ടി പറഞ്ഞു പോകാൻ വേണ്ടി അയാൾ ഭയങ്കര കുടുംബസ്ഥനായതുകൊണ്ട് ഭാര്യനെയും കൂടി കൂട്ടുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും അവരിരുന്ന് ഭയങ്കര വർത്താനവും അതൊക്കെ എന്റെ പറന്നുപോയ ജീവൻ തിരിച്ചെന്റെ ഹാർട്ടിൽ കയറിയിട്ടോ. അങ്ങനെ എന്റെ ദൈവം എന്ന് പറയട്ടെ, കരച്ചിലൊക്കെ മാറ്റി. പിന്നെ ഞാനെല്ലാം കണ്ണൊക്കെ തുടച്ച് അടിപൊളിയായിട്ടിരുന്നു. അയ്യോ, എന്റെ മനസ്സിൽ തോന്നിയ ഒരു സന്തോഷ സമാധാനം. സത്യം പറയാലോ, നമ്മള് ഭയങ്കര ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് അതിന്ന് റിലാക്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ മുട്ടിയിട്ട് പിന്നെ മൂത്രമൊഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ ഉണ്ടല്ലോ, അതും സെയിം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് സമാധാനം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്റെ ദൈവം എന്ന് പറയണ്ട, പിന്നെ എന്ന് പറയണ്ട ഭയങ്കര അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ ഇടവഴി എല്ലാം കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് തന്നെ ഇയാൾ ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആയത്, ഓക്കെ ഇയാൾ ഈ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടവഴികൾ കയറിപ്പോയത്. മെയിൻ റോഡിലെത്തി. അങ്ങനെ പിന്നെ ട്രാവൽ തുടങ്ങി കേട്ടോ. അപ്പൊ ഒരു 3:45 ആയിട്ടുണ്ട്. ഫുൾ ഇരുട്ടാണല്ലോ. അങ്ങനെ പിന്നെ മരുഭൂമി, പക്ഷെ മുഴുവൻ വെട്ടമുണ്ട്. ഇങ്ങനെ റോഡുകളൊക്കെ അടിപൊളി റോഡുകളും ഇങ്ങനെ കുറെ ബിൽഡിങ്ങുകളും, വലിയ സിറ്റിയാണ് തായിഫ് എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നെ മരുഭൂമിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ മരുഭൂമിയാണ്. 400 കിലോമീറ്റർ. അപ്പൊ ടൗണൊക്കെ കാണാം. അപ്പൊ ഞാൻ നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മളെ എല്ലാത്തിനെയും കൂടി പിടിച്ച് ഒരു വണ്ടിയിലിട്ട് പിന്നെ നമ്മളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു. അന്നേരം നമ്മൾ ടൗണും കാര്യങ്ങളും ഒന്നും വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അവിടെയുള്ള കൊച്ചു സ്ഥലത്താണ് നമ്മൾ പോയി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പിലുള്ള സ്ഥലത്ത്. അപ്പൊ ഞാൻ അവിടുത്തെ
ടൗണുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ആ യാത്രയിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ സൗദി അറേബ്യയിലെ ഇങ്ങനെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും തായിഫൊക്കെ ഓടുമ്പോഴാണ് ഞാൻ കാണുന്നത്. നമ്മൾ വണ്ടടിച്ചു കൂടാ. ഞാൻ ഒരു പട്ടിക്കാട്ടിലാണ് ജനിച്ചത്, വയനാട്. ഓക്കെ, ഇപ്പൊ പട്ടിക്കാടൊന്നും അല്ല കേട്ടോ, വയനാട് അടിപൊളിയാണ്. അങ്ങനെ പക്ഷെ നമ്മളൊരു കുഗ്രാമത്തിലാണ് ജനിച്ചത്, വളർന്നത്, പഠിച്ചതല്ല ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ വലിയ ടൗൺ സിറ്റി ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ബാംഗ്ലൂരും ബോംബെയും മദ്രാസും 3 സ്ഥലത്തായിരുന്നു നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പൊ അശ്വിന്റെ അച്ഛനാണ് എന്നെ അവിടെയൊക്കെ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ പാസ്സായതും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മാത്രം ഞാനൊരു വലിയ ടൗൺ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടേക്കുന്നത്, അത് ഭയങ്കര വലുതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തെന്ന് ഞാൻ ഓർത്തോട്ടെ, എന്തൊരു ഭീകരതയാന്ന് തോന്നി. എന്തൊരു വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും, ഒരു വലിയ മഹാ ടൗൺ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ കാണുവാണ് കേട്ടോ. അങ്ങനെ അപ്പൊ എനിക്ക് 26 വയസ്സുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഇങ്ങനെ കാണും, വണ്ടടിച്ചു പോയി. രാത്രി ഇങ്ങനെ പ്രകാശത്തെ കുളിച്ച് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ പക്ഷെ നല്ല ഭംഗിയായിട്ട്. അപ്പൊ അതൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, ഈ സ്ത്രീയും കൂടി വന്നതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചത്തോടെ ഇരുന്നേനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ എല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങി. എന്റെ ടെൻഷൻ എല്ലാം മാറി. അങ്ങനെ കുറച്ച് കൂടി ദൂരേക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ, പൂന്തോട്ടങ്ങൾ, ഈ ടൗൺ ആണെങ്കിൽ നിറയെ പൂക്കൾ, അതൊക്കെ കണ്ടപ്പോ എന്റെ മൈൻഡ് അങ്ങ് റിലാക്സ് ആയിട്ടോ. പച്ചപ്പും വഴിയരിക്കടെ, മരുഭൂമിയല്ല, എന്തോ ഒരു ചെടികളാണ് ഇവരെ പിടിപ്പിക്കുന്ന വഴിയരിക്കടെ. എന്ത് ഭംഗിയായിട്ടാ പൂത്ത് നിൽക്കുന്ന ഒറിജിനൽ ചെടികൾ, മരങ്ങളും പൂമരങ്ങളും. ഇത് ടൗണൊക്കെ എന്തൊരു ടൗൺ പ്ലാനിങ്, ആ രീതിക്ക് എന്തൊരു രസമാണെന്ന് തോന്നിയിട്ട്. അങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് രസമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കുഗ്രാമത്തിൽ നിന്ന് പോയിട്ട് എല്ലാം കൂടി കാണുമ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ്, അതായിരുന്നു എന്റെ അവസ്ഥ കേട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷവും. ഞാൻ ഭയങ്കര ഇത്രയും വലിയൊരു നാട്ടിൽ വലിയൊരു സ്ഥലത്ത് ഞാൻ ജോലിക്കാരിയായി, ഗവൺമെന്റിൽ എനിക്ക് ജോലി കിട്ടി, എനിക്ക് ഭയങ്കര സെൽഫ് പ്രൗഡ് തോന്നുവാണേ. അങ്ങനെ ഞാൻ ഇത്രയും ചെറുപ്പത്തിൽ, എനിക്ക് 26 വയസ്സിൽ എനിക്ക് ഇത്രയും വലിയ ടൗണൊക്കെ കാണാൻ പറ്റി. ഇങ്ങനെ വലിയൊരു രാജ്യത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര പിന്നെ അഭിമാനം, ആത്മാഭിമാനം. എന്റെ സങ്കടങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങിയിട്ട് ഭയങ്കര അഭിമാനം. ഞാൻ സത്യം പറയാൻ കൂട്ടിയത് ആ ഒരു എൻജോയ് ചെയ്തൊരു യാത്ര, അത്രയും ഭംഗിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു യാത്ര ഇല്ല. മീൻസ് ഇത്രയും ദിവസത്തെ ടെൻഷന്റെ ഇടയ്ക്കുന്ന് അത്ര ഈ ലേഡിയുടെ ബലത്തിൽ അങ്ങനെ കുറച്ചുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഫ്ലാസ്ക് തുറന്നിട്ട് നല്ല നല്ല സ്മെല്ല് വരുന്നു കേട്ടോ. നമുക്ക് ഒന്നാമത് ഞാൻ ചായ അഡിക്റ്റാ. അങ്ങനെ ആ കൂടെ കോഫി പോലെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. കോഫി അവരുടെ എന്തോ സാധനമാണ്, അതിന്റെ നല്ല ഇങ്ങനെ മസാലേന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നു കേട്ടോ. അപ്പൊ ഇവര് അയാൾ വണ്ടി നിർത്തി എന്നിട്ട് ഇവര് ഫ്ലാസ്ക് തുറന്നിട്ട് അയാൾക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തു ഗ്ലാസ്സിൽ, വേറൊരു ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒഴിച്ചിട്ട് പുറകിലേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കുടിച്ചോളാം. അവര് അറബിയിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാനത് ധൈര്യമായിട്ട് മേടിച്ചു കുടിച്ചു. കാരണം വൈഫ് ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അല്ലെങ്കിൽ അവിടുത്തെ സൗദികൾക്ക് ഫ്രണ്ടിൽ അങ്ങനെ ലേഡീസിനെ ഇരുത്താൻ പറ്റത്തില്ല. വൈഫ് ഓർ പെങ്ങൾ അങ്ങനെയൊന്നും അല്ല, അമ്മയൊന്നും അല്ലാതെ ഇരുത്താൻ പാടില്ല, അങ്ങനെ നിയമം. അപ്പൊ അവരങ്ങനെ, പിന്നെ അവരങ്ങനെ അപ്പൊ എനിക്ക് തന്നു കേട്ടോ. അപ്പൊ ആ ലേഡി ഇത് ഇങ്ങനെ എന്താ കവർ ചെയ്യുന്ന ബുർഹ എന്ന് പറയുന്ന സാധനം ഇത് മാറ്റിയിട്ടോ. ഞാൻ ലേഡിയാണല്ലോ, അതുകൊണ്ട് അവര് മാറ്റിയിട്ടോ. അങ്ങനെ ഞാൻ നേഴ്സും ആണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം അത് മാറ്റി. എന്തൊരു ഭംഗിയോ എന്റെ ദൈവമേ, സൂര്യൻ ഉദിച്ച പോലത്തെ ഒരു സുന്ദരി പെണ്ണുണ്ടോ. അത് നമ്മളിങ്ങനെ എന്താ പറയാ, സൗദി ഇങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, ഭയങ്കര അതിസുന്ദരികളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓൾറെഡി ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലൊക്കെ ഭയങ്കര സുന്ദരി പെണ്ണുങ്ങളാ വരുന്നത്. അങ്ങനെയാ ഫുൾ മേക്കപ്പിലായിരിക്കും വരുന്നത്. സത്യമായിട്ട് ഒരു ഫുൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അവര് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി, ഈ കൺപീലിയൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയും കൺപീലിയൊക്കെ വളരുമോന്ന് നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ ഭംഗി, എന്തൊരു സൗന്ദര്യം ഇവർക്ക് മുഖത്തിന് തന്നെ. ഇവര് ഇറങ്ങി വന്നപ്പോ തന്നെ എനിക്ക് തോന്നിയായിരുന്നു നല്ല ഹൈറ്റ് പറ്റി നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടെന്ന്. ആ കൂടെ മുഖവും കൂടി എന്തൊരു ഭംഗിയായി ഇവരെന്ന് എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ അപ്പൊ അവര് നല്ല പെരുമാറ്റം അവരുടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരെനിക്ക് ആ കോഫി ഒന്നും, ഞാനത് മേടിച്ച് ഒരു ഗ്ലാസ് ഒക്കെ കിട്ടിയാൽ കുടിക്കാന്നുള്ള മട്ടിലാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോ അവര് ഇങ്ങനെ അവര് ഉണ്ടാക്കിയേക്കുന്ന എന്തോ സാധനം തോന്നി, കേക്ക് പോലത്തെ അത് തന്നു. പിന്നെ ഈന്തപ്പഴം എടുത്തു തന്നു. പിന്നെ ഫ്രൂട്ട്സ് പോലത്തെ എന്തൊക്കെ സാധനങ്ങൾ ഇട്ടേക്കുന്ന ഒരു സാധനം അതും തന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ ഒരു ഖരപദാർത്ഥം പോലെയുള്ളത്, നമുക്ക് ചായന്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത് എല്ലാം എടുത്ത് ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് എനിക്ക് എടുത്തു തന്നു കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം മേടിച്ചു കേട്ടോ. എല്ലാം മേടിച്ചിട്ട് എൻജോയ് ചെയ്ത്, എന്താ പറയാ, എത്ര കാലം കൂടിയിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണേന്ന് ഞാൻ ഓർത്തു കേട്ടോ. തന്നതെല്ലാം ഞാൻ തിന്നു. അതാണ് ആ ടെൻഷൻ റിലാക്സ് ചെയ്യുന്നതിന്റെ ഭാഗം കൂടിയായിരിക്കും. പിന്നെ എൻജോയ് ചെയ്ത് ആ ട്രാവൽ എൻജോയ് ചെയ്യാനുള്ള ആ ഒരു മൂഡും കൂടി ആയിട്ട് എനിക്ക്. ഓക്കെ, ഇത്രയും ദൂരാണെങ്കിലും ഇവരും കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ. പിന്നെ അവര് തമ്മിൽ ഭയങ്കര സംസാരവും ചിരിയും, ഭയങ്കര നല്ല രസമായിരുന്നു അത് കണ്ടും കേട്ടൊക്കെ ഇരിക്കാൻ. ഒത്തിരി സംസാരിക്കാം രണ്ടുപേരും കൂടിയിട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഭാഷയിൽ, എന്തൊക്കെ ഭാഷയിൽ, അറബിയിൽ നമുക്കൊന്നും തിരിയില്ല, എന്നാലും കേൾക്കാൻ നല്ല രസം. അങ്ങനെ ഈ അറബീന്റെ ടോണൊക്കെ നല്ല രസമാണ് ലേഡീസ് സംസാരിക്കുന്ന കേൾക്കാൻ. അങ്ങനെ പിന്നെ ഇവര് ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടാ സംസാരിക്കുന്ന അറബി. അങ്ങനെ പകുതി മുഖത്താ
എന്തായാലും കൂട്ടുകാരെ ആ യാത്ര എന്ന് പറയുന്നത് നല്ല എന്താ പറയാ മൈൻഡ് പിന്നെ ഭയങ്കര റിലാക്സ് ആയിട്ട് അവർ തന്നത് മൊത്തം ഞാൻ കഴിച്ചു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ കുറെ ദൂരം 3-4 മണിക്കൂർ എന്തായാലും യാത്ര ചെയ്യാനുണ്ട്. അപ്പം കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അവർ വീണ്ടും ഇതുപോലെ ഫ്ലാസ്ക് തുറക്കും. വീണ്ടും ഇത് കോഫി പോലത്തെ ഒരു സാധനമാണ്, അത് ഗാവ അങ്ങനെ എന്താ പറയുന്ന സാധനം അവരുടെ, എന്നിട്ട് അതുപോലത്തെ തരും. പിന്നെ പുതിയ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല കുറേ സാധനം അവരൊരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു പൂക്കൊട്ട പോലത്തെ ഒരു കൊട്ടയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അടുത്തത് കുറെ ഇവര് നന്നായിട്ട് കഴിക്കും. അതുപോലെ എനിക്കും അതുപോലെ തന്നെ തരും. പിന്നെയും വേണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. ഓരോ വട്ടം എനിക്ക് തരുമ്പോൾ ഞാനതെല്ലാം മേടിച്ച് കഴിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ബാത്റൂം ഈ പ്രെയർ ഹാൾ പോലെയുള്ള സ്ഥലത്തുണ്ട്, അവിടെ കൊണ്ട് നിർത്തും. അപ്പൊ എന്നോട് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകണമെന്നുള്ള മട്ടിൽ ഞാൻ കാണിക്കാൻ അറിയാലോ. അങ്ങനെ അപ്പൊ അവരും പോകും ഞാനും പോകും. ആ രീതിയിലൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് പിന്നെ അവര് പ്രെയർ, അപ്പൊ അവരവിടെ പ്രേ ചെയ്യും. അങ്ങനെ സ്ഥലമൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ രീതിക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് മീൻസ് ആ ഒരു ട്രാവൽ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ട്. നമ്മളെ കൊച്ചിനെയൊക്കെ പിരിഞ്ഞ് അതൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു സമാധാനത്തിന്റെ യാത്രയായിരുന്നു ആദ്യത്തെ ദിവസം കേട്ടോ. കുറെ ടെൻഷൻ അടിച്ചെങ്കിലും അങ്ങനെ നേരമൊക്കെ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ മരുഭൂമി ഓടി പിന്നെ ഇരുട്ടായി മരുഭൂമിയായി ഇങ്ങനെ വണ്ടിയുടെ വെട്ടം മാത്രമായി. വണ്ടി പോണ സ്പീഡ് കാണുമ്പോൾ എന്റെ അമ്മ ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ അങ്ങനെ നമുക്ക് തോന്നും കേട്ടോ. ഓപ്പോസിറ്റ് വണ്ടിയെല്ലാം ചീറിപ്പാഞ്ഞു പോകുന്നു. പക്ഷെ വലിയ റോഡ് 4 വരിപ്പാതകള് 6 വരിപ്പാത 4 വരിപ്പാത അങ്ങനെയൊക്കെ എത്തി. അവസാനം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കൂടി സമയമായപ്പോഴത്തേക്കും ഒരു 9 മണി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മള് ഈ റാണിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിട്ടോ. അപ്പൊ റാണിയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവര് നമ്മളോട് പറഞ്ഞു റാണിയ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എഴുതി വെച്ചേക്കുന്ന കാണാം, ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിക്ക് കണ്ടപ്പം മനസ്സിലായി എന്റെ ദൈവമേ റാണി എത്തിയെന്ന് കേട്ടോ. റാണി വലിയ അങ്ങനെ ഒരു വലിയ ടൗണോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആയിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ആ സ്ഥലത്ത് എത്തി, അങ്ങനെ അപകടമൊന്നും കൂടാതെ എത്തി എന്നുള്ള സമാധാനമുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഏകദേശം സെയിം ആയിരിക്കും ഇവരുടെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കേട്ടോ. വലിയ അവരുടെ എംബ്ലോം, രാജ്യത്തിന്റെ എംബ്ലോം കാര്യങ്ങളും അങ്ങനെയൊക്കെ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കെട്ടിടങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. വലിയ ഹോസ്പിറ്റല് കിങ് അബ്ദുൾ അസീസ് അങ്ങനെയൊക്കെയുള്ള വലിയ ഹോസ്പിറ്റലൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഹോസ്പിറ്റൽ പോലെ ആ ഒരു രീതിയിലേക്ക്. പക്ഷെ ഇവരുടെയൊക്കെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ എത്ര ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും പൂന്തോട്ടം മസ്റ്റായി ഇവർക്ക് കേട്ടോ. നിറയെ പൂന്തോട്ടങ്ങളും പച്ച മരങ്ങളും, അല്ല മരം പച്ചയാണല്ലോ അങ്ങനെയല്ല, പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും പൂന്തോട്ടവും മസ്റ്റാണ് ഇവർക്ക്. അതുണ്ടാവും കേട്ടോ. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഭംഗിയും ശാന്തതയാണ് കേട്ടോ. പിന്നെ വലിയ ഗ്രൗണ്ട് ആയിരിക്കും, നിറയെ വണ്ടികൾ ഇടാൻ പാർക്കിങ് അങ്ങനത്തെ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഓവറോൾ വലിയൊരു ഇതുപോലെ ഹോസ്പിറ്റൽ പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഇത്ര ചെറുതാണെങ്കിൽ വലിയ ഹോസ്പിറ്റലായിട്ട് അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തത് ഭയങ്കര വലിയ ഹോസ്പിറ്റലല്ല, ഒരിടത്തരം മീഡിയം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ അങ്ങനെ കേട്ടോ. എന്നിട്ട് അങ്ങനെ എത്തിയിട്ടോ. വലിയ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടർ അടിച്ചു കേട്ടോ. അത്ര ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ബോംബെയിലൊക്കെ ഉള്ള അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ പോലെ അത്രയും ഭംഗിയാണ്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് അവിടെ എത്തി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിൽ നമ്മളെ കൊണ്ടുപോയി. ഓഫീസിൽ കൊണ്ടുപോയി അവിടെ ജസ്റ്റ് സൈനൊക്കെ ചെയ്യണം, അവർക്ക് സൈൻ ചെയ്യണം. പിന്നെ എന്തൊക്കെയോ പേപ്പർ, നമ്മുടെ അടുത്ത് വന്ന പേപ്പർ കൊടുക്കണം. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ആ വൈഫ് ഇതുപോലെ കൈയൊക്കെ തന്ന് ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നിട്ട് പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നമുക്കിങ്ങനെ ഉമ്മ തരുമ്പോലെ ഇവിടെ ഇങ്ങനെ ഉമ്മയൊക്കെ തരും കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ തന്ന് പോകുന്നതിന്റെ ആ ഗ്രീറ്റിംഗ്സ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര സമാധാനമായിട്ടോ. അങ്ങനെ അവരെന്തൊക്കെയോ അറിയില്ല എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ എന്തായാലും അവർ യാത്ര പറഞ്ഞ് പോയിട്ടോ. എനിക്ക് ഭയങ്കര എന്താ ജീവിതത്തില് പിന്നെ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ മരണം വരെ നമുക്ക് ഓർക്കാനുള്ള ഒരു ഓർമ്മയാണ് ഏതോ ഒരു സ്ത്രീ, സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ എനിക്ക് തന്ന ഒരു ഫുഡ്, ചായ, അവര് തന്ന ആ ഒരു കുറച്ച് മണിക്കൂറുകൾ അവര് തന്ന ഒരു അവരുടെ ഒരു പ്രസൻസ് കൊണ്ട് എനിക്ക് തന്ന ഒരു നന്മ, അതൊക്കെ നമ്മുടെ മരണം വരെ നമ്മൾ ഓർക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഭയങ്കര വലിയ പൈസ കൊണ്ടോ ഒന്നും കൊണ്ട് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഓർമ്മയിൽ ഒരിക്കലും മറന്നു പോകാത്ത ചില നിമിഷങ്ങളുണ്ടാവും, ചില ആളുകളുടെ പ്രസൻസ് ഉണ്ടാവും. അങ്ങനെ പ്രസൻസ് ആണ് എനിക്ക് അവരെ എന്നിട്ട് അവരങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവർ പോണത് ഞാനിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ ഹോസ്റ്റലിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി കയറിപ്പിക്കൊള്ളാൻ പറഞ്ഞ് ആ രീതിക്ക് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഹോസ്റ്റലിലെ മേട്ടറിന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചു പറയും. അപ്പൊ മേട്ടറിന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഫിലിപ്പീനി ആയിരുന്നേ. എന്നിട്ട് അവര് വന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ആണല്ലോ, അപ്പൊ പിന്നെ നമുക്ക് സമാധാനമുണ്ട്, ഭാഷയിൽ പ്രശ്നമല്ലല്ലോ. അപ്പൊ ഒരു കം ഒക്കെ പറഞ്ഞിട്ട് അവരും കൂടി ലഗേജ് എടുക്കാൻ കൂടി. അങ്ങനെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികളെ കൊണ്ടും ഒക്കെ ലഗേജ് അങ്ങോട്ടേക്ക് ഫീമെയിൽ ഇങ്ങനെ ക്ലീൻ
നേഴ്സ് പോലെയുള്ള ഫീമെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ കൊണ്ടും കൂടി നമ്മുടെ ലഗേജ് ഒക്കെ എടുപ്പിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അന്നൊരു പന്ന ഹോസ്റ്റലായിരുന്നേ. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ 5 നിലന്റെ വലിയ അടിപൊളി ഹോസ്റ്റലായി, ഒരു 5 സ്റ്റാർ ലുക്കുള്ള ഹോസ്റ്റലായിരിക്കും ഞങ്ങൾ മാറിയായിരുന്നേ. ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പെന്ന ഹോസ്റ്റലായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് 2-3 നിലയുള്ള ഒരു ഹോസ്റ്റൽ. അങ്ങനെ എന്നിട്ട് പിന്നെ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, പഴയ ബിൽഡിംഗ് ആണ്. അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ ഒരു ഫിലിപ്പീനിന്റെ റൂമിലാണ് ഇട്ടേക്കണേ. വെച്ചാൽ എല്ലാം ഫുള്ള് അവിടെ നിറയെ എല്ലാ കൊല്ലം എന്തോ ഒരു അഡ്മിഷൻ അവിടെ എടുക്കുന്നതെന്നറിയോ. അങ്ങനെ കുറെ പേര് എക്സിറ്റ് പോകും, കുറെ പേര് എടുക്കും. അങ്ങനെ എന്നാലും ഷോർട്ടേജ് ആയിരിക്കും ഹോസ്പിറ്റലിൽ മൊത്തം. അതാണ് അവിടുത്തെ പ്രത്യേകത. എന്നിട്ട് എന്നെ ഒരു ഫിലിപ്പീനിയൻ, അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. എവിടെ ചെന്നാലും എനിക്ക് ദുരിതമാണല്ലോ. ഞാൻ തൊട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എവിടെ ചെന്നാലും എനിക്ക് ദുരന്തങ്ങളുടെ ഇടയ്ക്കോട്ടെ എന്നെ പ്രകൃതി കൊണ്ടിടത്തിട്ടു. പക്ഷെ ഞാൻ അവിടെ സർവൈവ് ആകും. അതാണ് എന്റെ ലൈഫിൽ നീളം കണ്ടിട്ടുള്ളത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു മലയാളികളുടെ കൂടെ അല്ലേ, നമുക്കൊരു സമാധാനമല്ലേ മലയാളികളോട് വർത്താനം പറഞ്ഞ്. ഡ്യൂട്ടി ഒക്കെ ഭയങ്കര ഒന്നും അറിയില്ലല്ലോ ഒന്നാമത്തെ കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പൊ എന്നെ അവിടെ കൊണ്ടിട്ടു. അപ്പൊ അമ്മ എന്നോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ആ ഫിലിപ്പീനി ഭയങ്കര നല്ല, അവരും ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ. കുട്ടികളില്ല, കുറെ കല്യാണം കഴിച്ചിട്ട്. പക്ഷെ ഭയങ്കര ഫുഡിൽ ഇങ്ങനെ ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരു പുള്ളിക്കാരി കേട്ടോ. ഭയങ്കര കെയർ ആണ് അവര്. അങ്ങനെ എന്നിട്ട് 2 പേരുണ്ട് ആ റൂമിൽ, 2 ഫിലിപ്പീനികൾ. ഒരെണ്ണം ഒരു മൂരാച്ചിയാണ്. അതിങ്ങനെ ആരോട് ഡിപ്രഷൻ സോണിൽ പോവാണ് ഒരു പ്രത്യേക ടൈപ്പ് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രായമുള്ളൊരു ഭയങ്കര പ്രായമുള്ളൊരു അമ്മച്ചി, പഞ്ഞിക്കുടം പോലെ മുടിയൊക്കെ നരച്ച് അങ്ങനത്തെ. അത് ഭയങ്കര ഒരു അമ്മായിമപ്പോലുള്ള സാധനമാണേ. അത് എന്നോട് ഈ മറ്റേ ഓപ്പോസിറ്റുള്ള വേറെ ഒരു സുന്ദരി ഫിലിപ്പീനി ഉണ്ടല്ലോ, അതിനോട് ഭയങ്കര അമ്മായിമ പോരാണ്. അങ്ങനെ കുശുമ്പായിരിക്കും. അങ്ങനെ എന്നോട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരുണ്ട്. പക്ഷെ ഭയങ്കര വൃത്തി, ഫിലിപ്പീനികൾക്ക് ഭയങ്കര വൃത്തിന്റെ ആശാത്തിമാരെ ഇവർ കേട്ടോ. അങ്ങനെ അപ്പം നമുക്ക് പിന്നെ ഓക്കെ, ഓൾറെഡി നമ്മൾ അത്ര വൃത്തികേടായിട്ട് ജീവിക്കാനെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ലോ. അപ്പൊ എന്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കി വെച്ചു. എനിക്ക് അവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ തന്നു, കബോർഡും കാര്യങ്ങളും ബെഡും. അപ്പൊ സ്വന്തമായിട്ടൊരു ബെഡും കിട്ടി, കട്ടിലും കിട്ടി, പിന്നെ കമ്പിളി കിട്ടി, നല്ല കമ്പിളി കിട്ടി, ബെഡ്ഷീറ്റ് കിട്ടി, അതെല്ലാം കിട്ടി. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, എന്നാലും അവിടുത്തെ ബെഡ്ഷീറ്റ് നമുക്ക് തരും. അങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതർ കൺട്രീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് അടിപൊളിയായിട്ടുള്ള. ഇപ്പൊ പന്ന ഹോസ്റ്റലിന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അത് നമ്മുടെ ഇവിടുത്തെ ഒരു 2 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിന്റെ മെച്ചം ഉണ്ടാവും കേട്ടോ. അതേപോലെയാണ്. അങ്ങനെ ഫെസിലിറ്റികൾ ആ രീതിക്കായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളിടത്ത് ഭയങ്കര ദുരിതവും ദുരന്തവും ഒക്കെ തന്നെയാണ്. വൃത്തിഹീനമായ അന്തരീക്ഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മെഡിക്കൽ ഫീൽഡിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് എക്സ്പീരിയൻസ് അതല്ലേ. അപ്പൊ അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് നിറയെ കിട്ടും നമുക്ക്. സപ്ലൈയും അതും ഇതും ഒക്കെ കേട്ടോ. പിന്നെ സാലറി നല്ല അടിപൊളി സാലറിയും കാര്യങ്ങളും ഒക്കെയാണല്ലോ. വർക്ക് ഭയങ്കര കഠിനമാണ്, ഇതാണ് ഓക്കെയാണ്. പക്ഷെ എന്നാലും എന്നിട്ട് പിന്നെ അവിടെ അപ്പൊ അവര് ഒത്തിരി ഇങ്ങനെ എല്ലാം കുക്ക് ചെയ്യുന്നൊക്കെ. ഇതുങ്ങള് ഫിലിപ്പീനികളെ സംബന്ധിച്ച് തീറ്റയാണ് അവരുടെ ശരണം. അവരങ്ങനെ പൈസ ഒന്നും സേവ് ചെയ്യില്ല. ഡ്രസ്സ്, തീറ്റ, മേക്കപ്പ് സാധനങ്ങള്, ക്രീമൊക്കെ വാരിപ്പൊത്തി, അങ്ങനെ അവരുടെ ലൈഫ് തന്നെ. അവർക്ക് സേവിങ്സ് ഒന്നും അത്ര പ്രാധാന്യമുള്ളതല്ല. അമ്മന്ന് മരണം വരെ അവർ ജോലി ചെയ്യും. അതാണ് അങ്ങനെ. അപ്പൊ അവരുണ്ടാക്കുന്ന എല്ലാം എനിക്ക് കുക്ക് ചെയ്ത് തരും. എനിക്ക് ചട്ടിയും കൊട്ടയും പാത്രങ്ങളും ഒന്നും അധികം ഇല്ല. എന്തോ ഒരു ഗ്ലാസും ഒരു പ്ലേറ്റും ഒരു ചായപാത്രം മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ കേട്ടോ. ഇനി എല്ലാം എനിക്ക് ഒന്നേന്ന് മുതൽ മേടിക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഒന്നാമത്തെ കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനെയൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മലയാളികളെല്ലാം ഈച്ച് അതർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. കുറെ നാൾ നമ്മൾ അവർ കുക്ക് ചെയ്ത് ഫുഡൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ. പിന്നെ സ്വന്തമായിട്ട് നമുക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് കുക്കിങ് കൊടുക്കും. അങ്ങനെയാ. പക്ഷെ സർവൈവ് ആകും. നമ്മളെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ്. മലയാളികൾ എവിടെ ചെന്നാലും ഹെൽപ്പിംഗ് ഉണ്ടല്ലോ. കുറെ എണ്ണങ്ങൾ ഭയങ്കര പോരു കുണ്ടികളുണ്ടാവും. എന്നാലും കുറെ പേര് ഹെൽപ്പ് ചെയ്യും. ആ രീതിക്കാണ്. ഫിലിപ്പീനികളുടെ റൂമിലായതുകൊണ്ട് അവരെന്ത് കുക്ക് ചെയ്താലും വേണോ വിദ്യ ചോദിച്ചിട്ട് ഇങ്ങനെ തരും കേട്ടോ. തരും, നിർബന്ധിക്കും നമ്മളെ. അവരുടെയൊക്കെ രീതി, ഈജിപ്ഷ്യന്മാരുടെയും സുഡാനികളുടെയും ഫിലിപ്പീനികളുടെയും രീതി എന്ന് വെച്ചാൽ നമ്മളെ മലയാളികളെ പോലെയല്ല. നമ്മൾ മലയാളികൾ എന്താ, ഞാൻ പിന്നെ കുറ്റം പറയല്ല, എന്നാലും ഞാൻ പറയാം, മുസ്ലിംസ് മാത്രമാണ് ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അയൽവക്കത്താണെങ്കിലും ഇപ്പൊ കൂടെ ഇപ്പൊ അവരിങ്ങനെ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മളെ കണ്ടിട്ട് വാ കഴിക്കാം വാ എനിക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ അവരെന്തായാലും നമ്മൾ നിർബന്ധിച്ച് കുറച്ചെങ്കിലും കഴിപ്പിക്കുക, അല്ലെങ്കിൽ വേണോ ചോദിക്കും. ബാക്കിയുള്ള ഞങ്ങള് ക്രിസ്ത്യാനികളാണെങ്കിലും ബാക്കിയുള്ള ഹിന്ദുസ് ആണെങ്കിലും ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്റെ അഭിപ്രായം എനിക്ക് പറയാലോ. പിന്നെ ഒരു മനുഷ്യന് കൊടുക്കാതെ എങ്ങനെ കഴിക്കാന്നുള്ളതാണ് ഗവേഷണം നടത്തുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ
ഞങ്ങൾക്ക് എന്നുള്ള ഒരു മട്ടിലാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് പൊതുവെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒരു ജീവിത രീതികൾ, നമ്മുടെ നാട്ടിലെ രീതികളൊക്കെ കണ്ടുകൊണ്ട് ആ കാര്യത്തിൽ മുസ്ലിങ്ങളെ സമ്മതിക്കണം കേട്ടോ. കാരണം അവര് എന്തായാലും ഭയങ്കര കൊടുക്കും, അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കും അവർക്ക് ദൈവം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പൊതുവേ ഇങ്ങനെ പറയുന്നേക്കാം. അങ്ങനെ അങ്ങനെ ദാനം ചെയ്യും അവർ ഒത്തിരി. പിന്നെ കൂടെ ഉള്ളവരിങ്ങനെ പരിഗണിക്കും ഫുഡിന്റെ കാര്യത്തിലൊക്കെ. അവർക്ക് എന്തോ നമ്മളും കൂടി കഴിക്കാതെ അവർക്ക് കഴിക്കുമ്പോൾ ഒരു വിഷമമുള്ള പോലെ അങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നതും അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുക, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഫുഡ് അടിപൊളിയാണ്. നമുക്ക് എന്തായാലും അവര് ഇങ്ങനെ എന്ത് കുക്ക് ചെയ്താലും മുഴുവൻ മധുരമൊക്കെ ഇട്ട് ഇങ്ങനെ കേക്കും അങ്ങനത്തെ ചീസും കേക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന സപ്ലൈയും കൊണ്ട് തന്നെ ഇവര് കുറെ സാധനം ഉണ്ടാക്കും. അങ്ങനെ പിസ്സയും കേക്കും ഒക്കെ എപ്പം ബേക്ക് ചെയ്ത് അങ്ങനെ. പിന്നെ കുറേ ബേക്കറി സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ വെച്ചേക്കും. അതെല്ലാം മധുരമുള്ള ഐറ്റംസ് ആയിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ എന്തായാലും അതൊക്കെ ഓക്കെ. പിന്നെ അങ്ങനെയൊക്കെ സർവൈവ് ചെയ്യുക. പിറ്റേ ദിവസം തന്നെ എന്നെ ഡ്യൂട്ടി കിട്ടും. അതാണ് ഏറ്റവും ദുരന്തം. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മേട്രം വന്ന് പറഞ്ഞു, ബിന്ദു നാളെ ബിന്ദുവിന് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്, ഈ എമർജൻസി വാർഡിലാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെയും ടെൻഷനാകാൻ തുടങ്ങിയിട്ടുള്ള സന്തോഷമൊക്കെ തീർന്നു. ഡ്യൂട്ടി അതാണ് ഇനി മെയിൻ. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ട് പോയാലും ആ രീതിയല്ല നമ്മൾ പുറമേ പോകുമ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മൾ കേരളത്തിൽ പഠിച്ചു, കേരളത്തിലെ ഇന്ത്യയിലെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നമുക്ക് സർവൈവ് ആകാം പെട്ടെന്ന് തന്നെ. കാരണം നമ്മളുടെ രീതികൾ സെയിം ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചക്ഷൻസിന്റെ ഒക്കെ പേര് സെയിം ആണ്, മെത്തേഡുകൾ സെയിം ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സെയിം ആണ്, അല്ലെ, ഏകദേശം ഒരേപോലെ. അപ്പൊ നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ സർവൈവ് ആകും. ഈവൻ നമുക്ക് അവിടുത്തെ പോളിസിയും പ്രൊസീജിയറൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് സർവൈവ് ആകും. പക്ഷെ ഇതങ്ങനെയല്ല. വേറെ രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വേറൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. അവിടുത്തെ രീതികൾ വേറെയാണ്, അവിടുത്തെ ഉപകരണങ്ങൾ കുറേയും കൂടി അപ്ഡേറ്റ് ആണ്. അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അവിടുത്തെ ഇഞ്ചക്ഷൻസിന്റെ ഒക്കെ പേര് വേറെയാണ്, മെഡിസിൻസിന്റെ ഒക്കെ പേര് വേറെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ആകെ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുള്ള പാരസെറ്റാമോൾ മാത്രമേ ഉള്ളൂ. പാരസെറ്റാമോൾ ഒരു 2-3 മെഡിസിൻസ് ഒക്കെ സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ. ബാക്കിയൊക്കെ എല്ലാം ഡിഫറെന്റാ. അവിടെ ഉപയോഗിക്കുന്ന മെഡിസിൻസും വേറെ, ഇഞ്ചക്ഷൻസിന്റെ നെയിമും വേറെ, മെത്തേഡും വേറെ, പിന്നെ എല്ലാം അപ്ഡേറ്റ് വെർഷനാണ്. നമ്മളിവിടെ പിന്നെ എന്താ പഠിച്ചതും ഒക്കെ കോലെ കുത്തി കഷത്തി വെച്ചിട്ട് ടെമ്പറേച്ചർ എടുക്കുന്നത്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ട്. പക്ഷെ അവിടെ എല്ലാം ഇൻസ്ട്രുമെന്റിലാണ് ടെമ്പറേച്ചർ എടുക്കുന്നത്. അപ്പൊ നമുക്കത് കുറച്ച് സമയം വേണമല്ലോ നമുക്കൊന്ന് പഠിച്ചെടുക്കണമെങ്കിൽ. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ സംഗതിയും മെഡിക്കൽ പ്രൊഫഷന്റെ സെയിം ആണ്. ഓക്കെ, പഠിക്കുന്ന തിയറിയും സെയിം ആണ്, രോഗങ്ങൾ സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ വേറെ വേറെ രീതിയിലാണ് നമ്മൾ പുറമെ ചെന്ന് കഴിയുമ്പോൾ. അപ്പൊ എന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടി കിട്ടും എമർജൻസിയിൽ, അതും തന്നെ എമർജൻസി വാർഡില്. അപ്പൊ അവിടെ പോയി നിന്ന സമയം കൊണ്ട് തന്നെ, അതായത് ഈ ഒപ്പിടാൻ വേണ്ടി നമ്മൾ അവിടെ റിസീവ് ആയ സമയത്ത് നിന്ന സമയത്ത് തന്നെ എന്റെ ദൈവം എന്തുമാത്ര വണ്ടികളാ ചീരിപ്പാഞ്ഞു വരുന്നേ, ആംബുലൻസുകൾ വരുന്നു, പേഷ്യന്റ് ഞാൻ കാണുന്നുണ്ട്, പിന്നെ സ്ട്രക്ചറിലേക്ക് പേഷ്യന്റ് എടുക്കും. ആക്സിഡന്റിന്റെ ഒരു ബഹളിയാണല്ലോ ഇവിടെ എന്ന് ഞാൻ ഓർത്തു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, പിറ്റേ ദിവസം തന്നെ എമർജൻസി വാർഡിൽ ഡ്യൂട്ടി കിട്ടതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം, അന്ന് അവിടെ സംഭവിച്ച വലിയൊരു സംഭവ കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട് ഞാൻ ഇനി മറ്റൊരു ദിവസം ആ സ്റ്റോറി മുഴുവൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒരു ഹായ് വിട്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുപിട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ.